സെമസ്റ്റർ എക്സാം കൂടി വന്നായിരുന്നു ആ ടൈമിൽ. അപ്പോൾ രണ്ടും കൂടി എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എനിഹൗ ജൂൺ എക്സാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എഴുതിയ ശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കോൺഫിഡൻസ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ കാര്യം തകർത്ത് കളഞ്ഞു. ഡിസംബർ 2023 എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ള ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു ഫിയർ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ അങ്ങനെ ഇതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തുമില്ല, അപ്ലൈ ചെയ്തുമില്ല. എൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ചുമ്മാ റിവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത്ര തിരക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പ്രിഫറൻസ് കൊടുത്തത് PYQ PYQ നമുക്ക് അധികം ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏരിയയിലാണ് അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്താൽ ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. History means basically a recent exam when you see there are a lot of chronological questions, chronological timeline. It seems a bit difficult for the student. So how you crack the code of chronology? നമ്മളെ കൂടെ എന്നുള്ളത് അഭിനയാണ്. ഇപ്രാവശ്യം ഹിസ്റ്ററി പോലെയുള്ള സബ്ജക്റ്റിൽ JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള 8 ആണ്. So first of all, congratulations, Abhinaya. Thank you, sir. Okay, so history is being one of the tough subjects when it comes to EVC Net and JRF. So Abhinayയുടെ ഒരു preparation strategy എങ്ങനെയായിരുന്നു? How was especially paper 2? So preparation strategy കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ നെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഞാൻ ഒരുപാട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഞാൻ PG ഫസ്റ്റ് ഇയർ തൊട്ടേ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരുപാടധികം ബുക്സൊക്കെ റെഫർ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് ഡിസംബർ 2023 എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യാനുള്ള ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഒരു ഫിയർ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ അങ്ങനെ ഇതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തുമില്ല, അപ്ലൈ ചെയ്തുമില്ല. അതിനുശേഷം ഞാൻ ഒരു ജാനുവരി ആ ടൈമിലും എൻ്റെ UG എക്സാമിൻ്റെ റിസൾട്ട്സ് അതിൽ എനിക്ക് യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറായിട്ട് കിട്ടി. അപ്പോൾ അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്തു. അപ്പോഴാണ് ഞാൻ നമ്മൾ നെറ്റ് എക്സാം കുറച്ചുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും, ആ കോൺഫിഡൻസ് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് കോച്ചിങ് പോകണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു നിൻ്റെ ചോയ്സ് ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ വന്നിട്ട് ഓൺലൈനിലൊക്കെ തിരക്കി പിടിച്ച് ഐഫറിനെ കുറിച്ച് കണ്ടെത്തി. അപ്പോൾ ഉടനെ തന്നെ അവർ ഐഫർ ഓഫർ ചെയ്യുന്ന ഫെസിലിറ്റീസ് എല്ലാം കണ്ടപ്പോൾ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഐഫറിൽ ജോയിൻ ചെയ്യണമെന്ന്. 2 ദിവസത്തിൽ നമ്മൾ ജോയിൻ ചെയ്തു. ഞാനൊരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പെൻഡിങ് പോർഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഭയങ്കര സ്ട്രെസ്സും ഭയങ്കര ടെൻഷനുമായിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തത് സാറിൻ്റെ ക്ലാസ്സസ് ആണ്, സാറിൻ്റെ പോഡ്കാസ്റ്റ് വീഡിയോസ്, പിന്നെ പ്രിപ്പറേഷൻ അനലിസിസ് മീറ്റിംഗ് ഒക്കെ. അപ്പോൾ അതൊക്കെ കേട്ടിട്ടും ഞാൻ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ആ കോൺഫിഡൻസ് ഒക്കെ എനിക്ക് തന്നത് സാറാണ്. സോ അതിനുശേഷം ഞാൻ അങ്ങനെ നമ്മൾ പ്രിപ്പറേഷൻ പോയി. അപ്പോൾ പിന്നെ സെമസ്റ്റർ എക്സാം കൂടി വന്നായിരുന്നു ആ ടൈമിൽ. അപ്പോൾ രണ്ടും കൂടി എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ടഫായിരുന്നു. പക്ഷേ എനിഹൗ ജൂൺ എക്സാം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് എഴുതിയ ശേഷം എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കോൺഫിഡൻസ് ഒക്കെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ കാര്യം തകർത്ത് കളഞ്ഞു. അവരും ക്യാൻസൽ ചെയ്തു എക്സാം. അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് സെമസ്റ്റർ എക്സാം വരുന്നത്. അപ്പോൾ സെമസ്റ്റർ എക്സാം ആ ടൈമിലൊക്കെ ഞാൻ ഇരുന്ന് പഠിക്കുമായിരുന്നു. നമ്മളെ ഫാലസീസൊക്കെ നമ്മൾ രാവിലെ എക്സാം ആയിരിക്കും, ഞാൻ രാവിലെ എഴുന്നേറ്റ് സാറുടെ ക്ലാസ് കണ്ടിട്ട് ഫാലസീസൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്തു. പിന്നെ സെക്കൻഡ് എക്സാം ഞാൻ എഴുതിയ ശേഷം എനിക്ക് സെക്കൻഡ് എക്സാമിലാണ് എനിക്ക് നല്ലൊരു നമ്മൾ ആ സ്ട്രാറ്റജി എന്നൊക്കെ മനസ്സിലായത്. എന്താ വെച്ചാൽ നിറയെ ക്രൊണോളജി ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊക്കെ ക്രൊണോളജിസ്റ്റൊക്കെ ഒരു ടേബിളിൽ എഴുതി നമ്മൾ റൂമിൽ ഒട്ടിക്കുകയായിരുന്നു. അപ്പം നമ്മൾ എപ്പോഴും കാണുമ്പോൾ അത് വരുന്നത്. പിന്നെ ഞാൻ സ്കൂളിൽ പഠിച്ചത് മാത്സ് ബയോളജി ആണെങ്കിലും മാത്സ് കുറച്ച് ടഫായിരുന്നു. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സസ് റെഗുലറായിട്ട് കേൾക്കുന്നതും അതുകൊണ്ടും പിന്നീട് ഈ ഫോർമുല ഒക്കെ അങ്ങനെ എഴുതി വെച്ച് നമ്മൾ ഞാൻ എൻ്റെ റൂമിൽ അങ്ങനെ ചാർട്ട് പോലെ ഒട്ടിച്ച് അങ്ങനെ വയ്ക്കും, അത് യൂസ് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മൾ സാറ് പറയുന്ന പോലെ നമ്മൾ എപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോൾ അപ്പോഴൊക്കെ ഞാൻ പഠിക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് ഫസ്റ്റ് എക്സാമിൽ നമ്മൾ എക്സാമിൽ എനിക്ക് PhD ക്വാളിഫൈ ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഒരുപാട് PYQ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാൻ PYQ ഒക്കെ ചെയ്ത് ലാസ്റ്റ് എക്സാം ഡിസംബർ എക്സാം എഴുതിയപ്പോൾ എനിക്ക് നെറ്റ് കിട്ടുവാണ് ഉറപ്പ്, JRF കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ എനിഹൗ വിത്ത് ഗോഡ്സ് ഗ്രേസ് ആൻഡ് സാർസ് ബ്ലെസ്സിങ് എനിക്ക് കിട്ടി സാർ. ഓക്കെ സി, താങ്ക് യു. സോ ഒരു അഭിനയുടെ പ്രിപ്പറേഷനിൽ എയ്ഫർ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു? എയ്ഫറിൻ്റെ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. എൻ്റെ പ്രിപ്പറേഷൻ ജേർണിയിലും ഏറ്റവും അധികം എനിക്ക് സപ്പോർട്ട് ചെയ്തത് ഐഫറാണ്, എസ്പെഷ്യലി സാറ്. പിന്നെ വേറെ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഫസ്റ്റ് പേപ്പറിൽ ടീച്ചിങ് അത്ര എനിക്ക് ഇതില്ല. പക്ഷേ സബിത മാം ഭയങ്കര അടിപൊളി ക്ലാസ്സാണ് അവർ ഓഫർ ചെയ്യുന്നത്. പിന്നെ ഫസിൽ സാർ
അങ്ങനെ ഒരുപാടധികം ടീച്ചിങ് ഫാക്കൽറ്റീസ്. പിന്നെ അതിനുശേഷം നമുക്ക് മെൻറ്റർഷിപ്പ്, നമ്മൾ ഷഹല മാമൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഡൗട്ട് കേട്ടാൽ ഉടനെ തന്നെ റെസ്പോണ്ട് ചെയ്യും. പിന്നീട് നമുക്ക് പേപ്പർ 2-ൽ പറയുകയാണെങ്കിൽ ആഷിഖ് സർ, പിന്നെ ഉണ്ണികൃഷ്ണൻ സർ, അതുല്യ മാം, അവരൊക്കെ എല്ലാവരും അടിപൊളി ക്ലാസ്സസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ചാൻസ് പോലും ഇല്ല, എല്ലാം അവർ തന്നെ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്തു തരും. സോ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു സർ. ഇപ്പം ഹിസ്റ്ററി മീൻസ് ബേസിക്കലി റീസെന്റ് എക്സാം സി ദർ ആർ ലോട്ട് ഓഫ് ക്രോണോളജിക്കൽ ടൈം ലൈൻ പോലെയുള്ളത്. അപ്പോൾ ഇറ്റ് സീംസ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദ സ്റ്റുഡൻറ്. സോ ഹൗ യു ക്രാക്ക് ദ കോഡ് ഓഫ് ക്രോണോളജി? കോഡ് ഓഫ് ക്രോണോളജി നമ്മൾ ഞാൻ ഒരുപാട് പറഞ്ഞല്ലോ സർ, ടൈം ലൈനൊക്കെ നമ്മൾ എഴുതി റൂമിലൊക്കെ പേസ്റ്റ് ചെയ്ത് അത് എപ്പോഴും കാണും. അതുകൊണ്ട് പിന്നീട് ഞാൻ എന്ത് പറയുക വെച്ചാൽ നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കും. ഈ ഇവൻറ്റിന് മുമ്പാണ് ഈ ഇവൻറ്റ് നടന്നത്, ഇതിന് ശേഷമാണ് ഈ ഇവൻറ്റ് നടന്നത്. അങ്ങനെ ഒരു കണക്ഷൻ ഞാൻ ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടാക്കും. നമ്മൾ ഇപ്പോൾ ആരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടാലും നമ്മളൊരു കണക്ഷൻ, ഈ ഡേറ്റ് ഓഫ് ബർത്തിലാണ് നമ്മൾ ഈ ആൾ ജനിച്ചത്, അല്ലെങ്കിൽ ഈ ഇവൻറ്റ് നടന്നത്. അങ്ങനെ നമ്മളൊരു കണക്ഷൻ ഇപ്പോൾ നമ്മൾ പേഴ്സണൽ ലൈഫിലായിട്ട് അത് ഞാൻ കണക്ട് ചെയ്തെടുക്കും. അങ്ങനെ ഒരു കണക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് നൈസ്. അങ്ങനെയാണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ പലർക്കും ഒരു ഡൗട്ടാണ്, സിലബസ് ആദ്യം കംപ്ലീറ്റ് ആക്കണോ, PYQ നോക്കണോ? അഭിനയം എന്താണ് ചെയ്തത്? വാട്ട് ഈസ് എൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം നമ്മൾ ചുമ്മാ റിവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അത്ര തിരക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പ്രിഫറൻസ് കൊടുത്തത് PYQ-നാണ്. PYQ നമുക്ക് അധികം ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഏരിയ അല്ലാണ്ടാണ് അധികം ക്വസ്റ്റ്യൻസ് വരുന്നത് അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് കുറച്ചുകൂടെ ഫോക്കസ് കൊടുത്താൽ ഉറപ്പായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ അഭിനയ അലോങ് വിത്ത് PG ആണ് ഇത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. PG ഈസ് ഗോയിങ് ടു ബി കംപ്ലീറ്റഡ്. സോ പല കുട്ടികളും എസ്പെഷ്യലി PG സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു കേസാണ്, ഇറ്റ്സ് എ ബിറ്റ് ഡിഫിക്കൽട്ട് ടു ബാലൻസ് ബീങ് എ PG സ്റ്റുഡൻറ്റ് ആസ് വെൽ as a NET aspirant. So Abhinaya managed it and qualified JRF also. So how you manage being a PG student as well as a NET aspirant? മാനേജ് ചെയ്യാൻ ഞാൻ കുറച്ച് നല്ല ടഫായിരുന്നു സാർ. എനിക്ക് പിന്നെ ഒരുപാട് എന്നെ ബാധിച്ചത് നമ്മൾ സ്ലീപ്പ് റൊട്ടീനാണ്. എന്താ വെച്ചാൽ ഞാൻ എപ്പോൾ നൈറ്റ് 10 o'clock ശേഷം ഞാൻ ഇരിക്കുകയില്ല. ഞാൻ 10 o'clock ഉറങ്ങും. അതാണ് എൻ്റെ ഒരു പോളിസി. ഞാൻ രാവിലെ 3 o'clock എനിക്ക് എണീക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ നമ്മൾ ഐഫോണിൽ കൂടിയൊക്കെ വന്നപ്പോൾ നമുക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഞാൻ നൈറ്റ് ഒരു 12 o'clock വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. പിന്നെ രാവിലെ വീണ്ടും 3 o'clock ഒക്കെ എണീച്ച് ആ ടൈം ബാലൻസ് ആണ് എനിക്ക് ഭയങ്കര ഒരു ഇത്. പിന്നെ എൻ്റെ വീട്ടുകാർ നല്ല സപ്പോർട്ട് ചെയ്ത്, അതുകൊണ്ട് പറയണം. എൻ്റെ അച്ഛനും അമ്മയും. അച്ഛന് കുറച്ച് സിക്കാണ്, പക്ഷേ എന്നിട്ടും നമ്മൾ നൈറ്റ് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ അച്ഛനെ ഇരിക്കും. അതേപോലെ രാവിലെ എത്ര നേരത്തെ എഴുതാലും അമ്മ എഴുതി ചായയൊക്കെ ഇട്ട് തരും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കൂടി കിട്ടും. സോ ഇത്രമാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമ്മളും അത്ര എഫോർട്ട് എടുക്കണം. സോ അങ്ങനെ ഒരു So regarding this preparation, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളൊന്നാണ് കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് ഇറ്റ്സ് എ ബിറ്റ് ടഫ് എക്സാം. സോ ഹൗ യു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി ഇൻ യുവർ പ്രിപ്പറേഷൻ ജേർണി? കൺസിസ്റ്റൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഹിസ്റ്ററിയിൽ ആഷിഖ് സർ പറയായിരുന്നു, നിങ്ങളെ പ്രിപ്പറേഷൻ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയി കീ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു നാൾ 10 hour പഠിച്ചിട്ട് അടുത്ത നാൾ 1 hour പോലും നിങ്ങൾ പഠിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫെയിലിയർ ആണ്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ടൈം നിങ്ങൾ ഒவ்வொரு നാളും നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. സോ അങ്ങനെ ഞാൻ ഡെയിലി എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ 1 hour എങ്കിലും ഞാൻ എൻ്റെ പ്രിപ്പറേഷന് ഞാൻ അങ്ങനെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമായിരുന്നു. ആസ് എ ഫൈനൽ ആസ്പെക്ട് അഭിനയിക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അലോങ് വിത്ത് PG പ്രിപ്പയർ ചെയ്യുന്ന ആളുകളോട്, അതുപോലെ തന്നെ ഹിസ്റ്ററി ടഫാണെന്ന് വരുന്ന ഹിസ്റ്ററി ആസ്പിറൻസിനോടൊക്കെ എന്താണ് പറയുന്നത്? സോ ഫസ്റ്റ് തിങ്, എന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ JRF ഹോൾഡറാണ്. പക്ഷെ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ കോളേജിൽ നേഴ്സിമണി മെമ്മോറിയൽ ക്രിസ്ത്യൻ കോളേജാണ്. ആ കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്ത് 60 years ആയി. സോ ഈ ടൈമിൽ ഞാനാണ് ഫസ്റ്റ് അവിടുത്തെ ഫസ്റ്റ് JRF ഹോൾഡർ. 16 years. 60 years. 60 years you are the first JRF holder. Once again congratulations. Okay. So അതിനുശേഷമാണ് എൻ്റെ അടുത്ത് പിള്ളേരൊക്കെ വന്ന് എങ്ങനെയാണ് നെറ്റ് എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്തു, ഇങ്ങനെ ഒരുപാട് ഐഡിയ ചോദിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായതും, ഈ പിള്ളേരൊക്കെ എന്നെക്കാട്ടിലും കാലിബർ ഉള്ള പിള്ളേരാണ്. പക്ഷെ അവർക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഐഡിയ അല്ല. എവിടെ കൂടി പോകണം, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ് അവരൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. സോ എന്നെ കൊണ്ട് മാത്രം തീർന്ന മറ്റുന്ന എല്ലാവർക്കും ഗൈഡ്ലൈൻസ് കൊടുത്തു. നമ്മൾ ഐഫറിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. സോ ഇപ്പോൾ ആസ് എഫ് നമ്മൾ ഒരു 5 സ്റ്റുഡൻസ് ഐഫറിൽ ജോയിൻ ചെയ്തു ഹിസ്റ്ററിയിൽ. പിന്നെ ഒരു 3 പിള്ളേർ അവർ പ്രോമിസ് തന്നു ഞാൻ ജോയിൻ ചെയ്യും, പക്ഷെ കുറച്ച് ഫീസിൻ്റെ കാര്യം നോക്കിയിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. സോ നമ്മൾ കോച്ചിങ് ക്ലാസ് ഏതെടുത്താലും നമ്മളെ കയ്യിലാണുള്ളത്. നമ്മൾ എത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണോ അത്രമാത്രം നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അതാണുള്ളത്. അപ്പോൾ ബേസിക്കലി ഹിസ്റ്ററി അത്യാവശ്യം ഒരു ടഫ് സബ്ജക്റ്റും ബീങ് എ പാൻ ഇന്ത്യൻ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടും
പലരുടെയും ഒരു ടേക്ക് നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം, നല്ല പെറ്റിസ്റ്റ് ആയിരിക്കണം ഫ്രം ദ ബേസ്. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അഭിനയുടെ യൂണിവേഴ്സിറ്റി ഞാനിപ്പോഴാണ് കേൾക്കുന്നത് കന്യാകുമാരിയിലാണ്. ഓക്കെ, കുറച്ച് അവിടെ ഉള്ള ഒരു ആസ്പെക്റ്റാണ്. അവിടെ നിന്ന് പഠിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഡിഗ്രിയും പി ജിയും ഒക്കെ അവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഒരു പാൻ ഇന്ത്യൻ എക്സ്പോഷറോ വലിയൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒന്നും പഠിക്കാതെ കൂടുതലും ഒരു സെൽഫ് എഫേർട്ടൊക്കെ വെച്ചിട്ടാണ് ഗ്രോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഹിസ്റ്ററി പോസിബിൾ അല്ല, അല്ലെങ്കിൽ അതൊരു പോസിബിൾ ആണോ എന്ന് കൺഫ്യൂഷൻ ഉള്ള ആളുകളോട്, ബിക്കോസ് ദിസ് ഈസ് 1% ആളുകൾ മാത്രമാണ് ഇത് ക്വാളിഫൈ, അവരോട് എന്താണ് പറയുന്നത്? സോ നമ്മളെ ഏരിയയിലൊക്കെ നമ്മൾ പാൻ ഇന്ത്യ ലെവൽ കോമ്പറ്റീഷൻ ഉള്ള സബ്ജക്റ്റ് ആയാലും ഹിസ്റ്ററിയിൽ നമ്മളെ ഏരിയയിലൊക്കെ എന്ത് പറയുന്നത് വെച്ചാൽ ഇതൊരു ആരും പഠിക്കാത്ത പിള്ളേർ എടുക്കുന്ന കോഴ്സാണ്, അങ്ങനെയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. ഇപ്പം ഞാൻ നമ്മൾ സ്കൂളിൽ മാത്സ് ബയോ ആണ്, ബയോമാത്സ് കഴിഞ്ഞിട്ട് ഞാൻ പി ജി യു ജി ഹിസ്റ്ററി ജോയിൻ ചെയ്തപ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു, നീ നല്ല പഠിക്കുന്ന കൊച്ചല്ലേ, നീ എന്തിനാണ് ഹിസ്റ്ററി എടുത്തത്? അങ്ങനെ ഒരുപാട്. എനിക്ക് ഹിസ്റ്ററി എടുത്ത 2 റീസൺ ഉണ്ട്. ഒന്ന്, എനിക്ക് ഹിസ്റ്ററി ലൈറ്റ് ഇഷ്ടമാണ്. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ നമ്മൾ PSC എക്സാമിനൊക്കെ നോക്കുമ്പോൾ ഹിസ്റ്ററി സബ്ജക്റ്റ് നല്ല ഡീപ്പായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. സോ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു, ഹിസ്റ്ററി നീ എന്തിനാണ് എടുത്തത്, ഇതൊക്കെ പിള്ളേരൊന്നും പഠിക്കാത്ത പിള്ളേരാണ് ഇത് എടുക്കുന്ന കോഴ്സ്. അങ്ങനെ അല്ല, നമ്മൾ ഹിസ്റ്ററിയിൽ ചെന്ന് അത് പഠിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് അറിയുന്നത് അത്രയ്ക്ക് ടഫുണ്ട് ഹിസ്റ്ററി. നമ്മൾ എളുപ്പത്തിലാണ് അത്രയ്ക്ക് നമുക്കത് അബ്സർവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊരു നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു ചെറിയ യൂണിവേഴ്സിറ്റി ചെറിയ കോളേജിലാണ്. നമ്മളെ ഒരു കപ്പാസിറ്റിയാണ്, നമ്മൾ എത്രമാത്രം ആ സബ്ജക്റ്റിനെ ലവ് ചെയ്യുന്നോ, എത്രമാത്രം നമുക്ക് ആ സബ്ജക്റ്റിൽ എക്സ്പോഷർ ഉണ്ടോ, അതാണ് അതിലുള്ള ഇമ്പോർട്ടൻറ്റ് തിങ്. അല്ലാതെ നമ്മൾ ഈ വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് വലിയ കോളേജിൽ പഠിച്ചിട്ട് തന്നെ നമുക്ക് എല്ലാം കിട്ടുമെന്നൊന്നും അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ് അഭിനയ. സോ ഹിസ്റ്ററി പോലെയുള്ളൊരു ടഫ് സബ്ജക്റ്റുകൾ എങ്ങനെ ക്രാക്ക് ചെയ്യണം, അതിൻ്റെ ഒരു ആസ്പെക്റ്റിലേക്ക് എങ്ങനെയാണ് ബീങ് എ PG സ്റ്റുഡൻറ്റ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഒക്കെ അഭിനയ ഡിസ്കസ് ചെയ്തു. അഭിനയുടെ കോളേജിലെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ഇയർ ആണ്. സോ കൂടുതൽ വലിയ പോസ്റ്റിലേക്ക് എത്തിയിട്ട് കാണാം. സോ വൺസ് അഗെയിൻ കൺഗ്രാജുലേഷൻസ്.